നമസ്കാരം, ഞാൻ ഡോക്ടർ ജിത്തു പുരുഷോത്തമൻ, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ വൃക്ക രോഗങ്ങളെപ്പറ്റി പലതരത്തിലുള്ള ബോധവൽക്കരണങ്ങളും കേട്ടിട്ടുണ്ടാവാം. പലതരത്തിലുള്ള വൃക്ക രോഗങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതിൻ്റെ മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അഥവാ ചികിത്സാ രീതികളെപ്പറ്റിയും നമ്മൾ ഒരുപാട് ബോധവൽക്കരണങ്ങൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ വൃക്ക രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് വരാതെ നമുക്ക് നോക്കാം എന്നുള്ളതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ്. എങ്ങനെയാണ് നമുക്ക് വൃക്ക രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക? അതിനെ നമുക്ക് 5 തരംതിരിക്കാം. പ്രധാനമായിട്ടും വൃക്ക രോഗങ്ങളുടെ പ്രിവെൻഷനെ പറ്റി 5 തരംതിരിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഈ 5 തരംതിരിവ് ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വളരെ കോമൺ ആയിട്ട് അഥവാ ഏറ്റവും കൂടുതൽ കാണുന്ന വൃക്ക രോഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നല്ല എക്സസൈസ്, നല്ല ഡയറ്റ്, നല്ലൊരു BMI മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. എന്താണ് നല്ല ഡയറ്റ്? നമ്മൾ പൊതുവേ കഴിക്കുന്ന ആഹാരം, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആഹാരം, അത് വളരെ നമ്മൾ കുക്ക് ചെയ്ത് നമ്മുടെ രീതിയിൽ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതാവാം. എന്നാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ചില ഫാസ്റ്റ് ഫുഡ് അഥവാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഈ ഫുഡിനകത്തൊക്കെ വളരെ ടേസ്റ്റ് കൂട്ടാനും മറ്റതിനും വേണ്ടി ചേർക്കുന്ന ഒരുപാട് ഉപ്പിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അമിതമായ ഫോസ്ഫറസ് കണ്ടൻറ്റ്, ഇതെല്ലാം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഭാവിയിൽ മറ്റ് വൃക്ക രോഗങ്ങളടക്കം ഒരുപാട് രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നല്ലൊരു എക്സസൈസ്. പല ആൾക്കാരും എക്സസൈസിൻ്റെ അഭാവം പല ആൾക്കാരിലും കാണാറുണ്ട്. ഈ എക്സസൈസിൻ്റെ അഭാവം കൊണ്ട് തന്നെ ഭാവിയിൽ മറ്റ് അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവാം. മാത്രവുമല്ല, ഈ എക്സസൈസും നമ്മുടെ ഡയറ്റും കൊണ്ട് നമുക്ക് നല്ലൊരു BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പരിധിവരെ വൃക്ക രോഗങ്ങളുടെ പ്രിവെൻഷന് ഇത് സാധ്യമാകും. ഇതിൽ തന്നെ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിഗരറ്റ് സ്മോക്കിങ്ങിനെ കുറിച്ചാണ്. ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള വൃക്ക രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കൂടുതലും സിഗരറ്റ് സ്മോക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ സ്മോക്കിംഗ് ഉണ്ടാക്കുന്ന ലങ്സിൻ്റെ കോംപ്ലിക്കേഷനാണ് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുക. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ രക്തക്കുഴലുകളെ ഇത് ബാധിക്കുകയും പിന്നീട് ഭാവിയിൽ ബ്ലഡ് പ്രഷർ, വൃക്കകളിലോട്ടും കാലിലോട്ടും മറ്റുള്ള രക്തോട്ടക്കുറവ്, ഇതെല്ലാം പിന്നീട് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് മറ്റൊരു പ്രധാന കാരണം ഇന്നത്തെ നമ്മൾ കണ്ടുവരുന്ന വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള. മൂന്നാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ 2 പ്രധാന രോഗങ്ങൾ, ഡയബറ്റിസും ഹൈപ്പർ ടെൻഷൻ അഥവാ നമ്മുടെ ഷുഗർ അല്ല പ്രഷർ എന്ന് പറയുന്ന 2, ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്ന 2 അസുഖങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഷുഗറും പ്രഷറും വളരെ കൂടുതലായിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ റെഗുലർ ചെക്കപ്പുകൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ഷുഗർ ഉണ്ടെങ്കിൽ ആ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ തേടുകയോ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെയാണ് ബ്ലഡ് പ്രഷർ കൺട്രോളും. ഇത് രണ്ടും കൺട്രോളിൽ നിർത്തിയാൽ മാത്രമേ നമ്മൾ വൃക്ക രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും എന്നാൽ വന്ന അസുഖത്തെ പിന്നീട് കൂടാതിരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ മോശം രീതിയിലോട്ട് എത്രയും പെട്ടെന്നുള്ള വൃക്കകളുടെ തകരാറിലോട്ടൊക്കെ ലീഡ് ചെയ്യും. പിന്നീട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന സ്വയം ചികിത്സകൾ. അതായത് നമ്മൾ ഒരു വേദന വരുമ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന വേദന സംഹാരികൾ അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ, ഇതെല്ലാം പിന്നീട് ഭാവിയിൽ വൃക്ക രോഗ തകരാറിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പല രോഗങ്ങൾക്കും ഇത് കാരണമാവുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായിട്ടും വൃക്ക രോഗങ്ങളും കരൾ രോഗങ്ങളുമാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സകൾ, സ്വയമായിട്ട് വേദനയെ ചികിത്സിക്കുക, അത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ തന്നെ വൃക്ക രോഗങ്ങളുടെ ഒരു പ്രതിരോധത്തിന് ഇത് സാധിക്കും. പിന്നെ അവസാനമായി എനിക്ക് പറയാനുള്ളത് റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചാണ്. റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്സ് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. പലരും പറയും ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ പാക്കേജസ് എടുത്ത് ചെക്കപ്പ് ചെയ്യണോ, പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പാക്കേജ് എടുക്കുകയാണ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് നിങ്ങളൊരു
ഒരു പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളതൊരു ഡോക്ടറിനെ പോയി കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീനായിട്ടുള്ളൊരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസോ അല്ലെങ്കിൽ രക്തം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റും. ഒരു ഫുൾ പാക്കേജ് ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ എപ്പോഴും ഒരു ചെക്കപ്പ് എപ്പോഴും ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല അസുഖങ്ങൾക്കും നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വൃക്കരോഗങ്ങളുടെ പ്രിവെൻഷന് വളരെ സഹായകമാകും. എപ്പോഴും രോഗം വരാതെ നോക്കുന്നതാണല്ലോ നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ആരോഗ്യപൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ വൃക്കരോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.